ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ദിനാചരണം ആരംഭിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പരിസ്ഥിതിയെ ഹരിതാഭവും മികച്ചതുമാക്കാനായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. प्रकृति की रक्षा करते हैं, प्रकृति उनकी रक्षा करती है. पर्यावरण में संतुलन ये हमारी पुरातन परंपरा का एक अहम हिस्सा है. हमारे यहाँ कहा गया है यत् पिंडे तद ब्रह्मांड, यानी जो पिंड यानी जीव में है वही ब्रह्मांड में है. हम जो भी अपने लिए करते हैं उसका सीधा असर हमारे पर्यावरण पर भी पड़ता है. वर्ल्ड क्लाइमेट के प्रोटेक्शन के लिए ये बहुत जरूरी है कि दुनिया का हर देश निहित स्वार्थों से ऊपर उठकर सोचे. इस वर्ष के पर्यावरण दिवस की थीम प्लास्टिक से मुक्ति का अभियान है और मुझे खुशी है कि जो बात विश्व आज कर रहा है उस पर भारत पिछले 4-5 साल से लगातार काम कर रहा है. मेरे लिए व्यक्तिगत रूप से बहुत सुखद है कि मिशन लाइफ यानी लाइफस्टाइल फॉर एनवायरनमेंट आज पूरे विश्व में एक पब्लिक मूवमेंट, जन आंदोलन बनता जा रहा है. लाखों साथियों ने रिड्यूस, रीयूज, रिसाइकल का मंत्र अपने रोजमर्रा के जीवन में अपनाया. मिशन लाइफ की तरफ. ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് നേതൃത്വം നൽകും. ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആൽമരത്തൈ നടും. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത പദ്ധതിയുടെ ഭാഗമായി 200 ഇലക്ട്രിക് ബസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും.